ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ മേടമാസത്തിലെ ഷഷ്ഠിയാണ്. നമുക്കറിയാം എല്ലാ മാസവും വരുന്ന ഷഷ്ഠിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വ്രതങ്ങളിൽ ഏറ്റവും മഹനീയമായിട്ടുള്ള വ്രതമാണ് ഈ ഒരു മേടമാസത്തിലെ ഷഷ്ഠി എന്ന് പറയുന്നതും. അതും മാത്രവുമല്ല, മെയ് മാസം 30-ാം തീയതി നമുക്ക് വൈകാശി വിശാഖമാണ്. അപ്പോൾ ആ ഒരു ദിവസം വരെ 48 ദിവസത്തെ വ്രതം എടുക്കുന്നവർക്ക് അതിനുള്ളിൽ വരുന്നതാണ് ഈ ഒരു മേടത്തിലെ ഷഷ്ഠി എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്ക് പ്രശസ്തവും അത്ഭുത സിദ്ധിയുള്ളതുമായിട്ടുള്ള വ്രതമാണ് ഷഷ്ഠി വ്രതം എന്ന് പറയുന്നത്. ഈ ദിവസം നമ്മൾ ചെയ്യുന്ന മുരുക ഭഗവാന്റെ ഭജനത്തിനാണെങ്കിലും വ്രതത്തിനാണെങ്കിലും ഒക്കെ തന്നെ ക്ഷിപ്രമായിട്ടുള്ള ഫലസിദ്ധിയാണ് പറയുന്നത്. ഈ ഒരു മേടമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠിയിൽ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നല്ല മക്കളെ കിട്ടാനും അസുഖങ്ങൾ മൂലം വലയുന്നവർക്ക് രോഗശാന്തി ഉണ്ടാവാനുമൊക്കെ അനുഗ്രഹമാണ്. അതുമാത്രവുമല്ല, ഈ ദിവസം നമ്മൾ ഭഗവാനെ പൂജിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഭഗവാനെ പോലെ ദ്വേജസിയും ദീർഘ ആയുസ്സുമുള്ള മക്കളെ ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ 2026 ഏപ്രിൽ 22 ബുധനാഴ്ചയാണ് മേടത്തിലെ ഷഷ്ഠി വരുന്നത്. അപ്പോൾ ഈ ഒരു മേടത്തിലെ ഷഷ്ഠിയായ നാളെ ബുധനാഴ്ച നമ്മൾ ചൊല്ലേണ്ടുന്ന ഭഗവാന്റെ വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെയധികം ഫലസിദ്ധിയുള്ള, ഒരു തവണ ചൊല്ലിയാൽ തന്നെ നമുക്ക് നല്ല ഫലം ലഭിക്കുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ മേടമാസത്തിലെ ഷഷ്ഠിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് താരകാസുരനെ സുബ്രഹ്മണ്യ ഭഗവാൻ വധിച്ചത് കണ്ട് ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ച ദിവസമാണെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച ആ സമയത്ത് അവനിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ആ രക്തപ്രവാഹത്തിൻ്റെ ആധിക്യം മൂലം ഒരുപാട് മുനിമാര് മരിച്ചു പോവുകയും ചെയ്തു. ഇത് കണ്ട ഭഗവാൻ മുരുകൻ അമൃത് കൊണ്ട് മരിച്ചുപോയ മുനിമാരെ പുനർജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. താരകാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച രക്തത്തെ ഭഗവാൻ മുരുകൻ ഒരു പർവ്വതമാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ ആ പർവ്വതത്തിൽ പോയി വസിക്കാനായിട്ട് ആരംഭിച്ചു. ഭഗവാൻ ആ പർവ്വതത്തിൽ പോയി വസിച്ചതോടുകൂടി ആ പർവ്വതത്തിന് സ്കന്ദപർവ്വതം എന്ന പേരും ലഭിച്ചു. ഈ കാര്യങ്ങളൊക്കെ നടന്നത് മേടമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി നാളിലായിരുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അന്ന് ഭഗവാൻ മുരുകനെ പൂജിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വ്രതമെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും രോഗം അത് എത്ര കഠിനമാണെങ്കിലും അത് പൂർണ്ണമായി മാറുമെന്ന് ഭഗവാൻ തന്നെ അരുൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ കഥ മനസ്സിലായല്ലോ, ഈ മേടമാസത്തിലെ ഷഷ്ഠിയുടെ കഥ. അതുകൊണ്ട് തന്നെ എത്ര വലിയ രോഗത്തിൽപ്പെട്ട് ഉതലുന്നവരാണെങ്കിലും മക്കളില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിലും ഇതൊന്നുമല്ല നിങ്ങളുടെ വേദനയും പ്രശ്നവും വിഷമങ്ങളും അത് എന്ത് തന്നെയാണെങ്കിലും അത് മാറിക്കിട്ടണം എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഭഗവാൻ മുരുകനെ ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. വ്രതമെടുക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പഞ്ചമി നാളായ ഇന്ന് നമ്മൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം. വൈകിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം. നാളെ ഷഷ്ഠിയുടെ അന്ന് അതിരാവിലെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണം. മുരുകാ മുരുക എന്നുള്ള മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നെറ്റിയിൽ ഭസ്മം ധരിച്ചു വേണം നമ്മൾ ഷഷ്ഠിവ്രതം എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഭഗവാന്റെ വേല വിഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ അഭിഷേകം ചെയ്യണം. ഇനി അതൊന്നുമില്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ തുടച്ച് അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല പൂക്കളൊക്കെ ചാർത്തി ഓം ശരവണ ഭവ എന്നുള്ള ഭഗവാന്റെ മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. വെറ്റില ദീപം കൊളുത്താം. ഷഡ്കോണം വരച്ച് 6 ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ, നിങ്ങൾ സാധാരണ ഷഷ്ഠിയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുക. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം. വീടിനടുത്ത് മുരുകക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും ഷഷ്ഠി വ്രതം എടുക്കുന്നവർ അന്നത്തെ ദിവസം ക്ഷേത്രം ദർശനം നടത്തി ഭഗവാന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ കഴിപ്പിക്കണം. 6 പ്രാവശ്യം ഭഗവാന്റെ ശ്രീകോവിലിന് അല്ലെങ്കിൽ ഭഗവാനെ എവിടെയാണോ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അതിന്
ചുറ്റുമായിട്ട് 6 പ്രാവശ്യം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലി ചുറ്റുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. വള്ളി ദേവയാനിയോടൊപ്പമാണ് ഭഗവാൻ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വള്ളിയമ്മയ്ക്കും ദേവയാനിയമ്മയ്ക്കും മുല്ലപ്പൂക്കളും ഭഗവാൻ മുരുകന് നമ്മൾ ചുമന്ന കളറിലെ പൂക്കളും സമർപ്പിക്കണം. ഇനി പൂക്കൾ കിട്ടാനില്ലാത്തവരാണ് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ പൂക്കൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് ചുമന്ന പട്ടും വള്ളി ദേവയാനി അമ്മമാർക്ക് വെള്ളപ്പട്ടും സമർപ്പിക്കാം. അതേപോലെ തന്നെ ഷഷ്ടി തുടങ്ങി തുടർച്ചയായ 6 അല്ലെങ്കിൽ 12 ഷഷ്ടികളിൽ നമ്മൾ ഭഗവാന് പാലഭിഷേകം നടത്തുന്നത് അല്ലെങ്കിൽ ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഫലം തന്നെ നമുക്ക് തരുന്നതാണ്. നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ദാമ്പത്യ സൗഖ്യത്തിനും ആഗ്രഹ സാധ്യത്തിനുമൊക്കെ പാലഭിഷേകം ഭസ്മാഭിഷേകം ഒക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യം കൂടിയിട്ടാണ്. അപ്പം എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്യുക. വീടിനടുത്ത് ക്ഷേത്രമൊന്നുമില്ല, അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കയ്യിൽ ഭഗവാന്റെ വേലോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകം നടത്തിയാലും പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും. അതേപോലെ സ്കന്ദഷഷ്ടി കവചം, ഷഷ്ടി ദിവസം നമ്മൾ 6 തവണ ഷഷ്ടി കവചം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകിട്ട് 2, അങ്ങനെ അല്ലെങ്കിൽ രാവിലെ 3, വൈകിട്ട് 3 അങ്ങനെയും ജപിക്കാം. അങ്ങനെയല്ല ഒറ്റയടിക്ക് 6 പ്രാവശ്യം ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് ജപിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നേരിയ ചോറ് കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു ഷഷ്ടിയുടെ അന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യും. ആ അഭിഷേകം കണ്ട് തൊഴുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യം കൂടിയിട്ടാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ക്ഷേത്രം അടുത്തില്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ എന്താണ് നാളെ ഭഗവാന് മുൻപിൽ ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന മന്ത്രം എന്നുള്ളത് നോക്കാം. ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് ഇതിനു മുൻപും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. ഒരുപാട് പേരത് ചൊല്ലി ഫലം കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രം കൂടിയിട്ടാണിത്. നാളെ ഇത് നമുക്ക് ഏതൊരു സമയത്തും ചൊല്ലാവുന്നതാണ്. രാവിലെ ചൊല്ലാം, വൈകിട്ട് ചൊല്ലാം, നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഭഗവാൻ മുരുകൻ്റെ വേലോ വിഗ്രഹമോ ഫോട്ടോയോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഭഗവാനാണെന്ന് സങ്കല്പിച്ച് ഒരു നെയ് ദീപം കൊളുത്തി വെക്കണം. ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം ഫോട്ടോ വിഗ്രഹം വേലൊക്കെയുള്ളവർ ദീപം കൊളുത്തി വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 5 രൂപയുടെ നാണയം നമ്മൾ കയ്യിലെടുക്കണം. 5 രൂപയുടെ നാണയം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 5 രൂപയുടെ നാണയം ഇല്ലാത്തവർക്ക് 2 രൂപ, 1 രൂപ അല്ലെങ്കിൽ 1 രൂപയുടെ 5 നാണയങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാം. അതിലൊന്നും തെറ്റില്ല. പക്ഷേ 5 രൂപയുടെ നാണയമുണ്ടെങ്കിൽ അതെടുക്കണം. അതെടുത്തിട്ട് നമ്മുടെ നെറ്റിയുണ്ടല്ലോ, നെറ്റിയിൽ നമ്മുടെ ആജ്ഞാചക്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതായത് 2 പുരികങ്ങൾക്കിടയിൽ വരുന്ന നമ്മൾ പൊട്ടു തൊടുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ 5 രൂപ നാണയം ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നമ്മുടെ വലത്തെ കയ്യിൽ ചൂണ്ടുവിരൽ കൊണ്ട് അത് ഉറപ്പിച്ച് നമ്മൾ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് 5 രൂപ നാണയം തന്നെ എടുക്കാൻ പറഞ്ഞത്. ചില്ലറകളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വെച്ച് നമ്മൾ കണ്ണുകൾ അടച്ച് ഭഗവാൻ മുരുകനെ മനസ്സിൽ കാണുക. നമുക്ക് ഒരിഷ്ട രീതിയിൽ ഭഗവാനെ കാണുന്നില്ല. ചിലർക്ക് ആണ്ടിപ്പണ്ടാര കോലമായിരിക്കും, ചിലർക്ക് വള്ളി ദേവയാനി അമ്മയോട് കൂടി നിൽക്കുന്ന മുരുക ഭഗവാൻ, ചിലർക്ക് രാജാലങ്കാരം, അല്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോസിലൊക്കെ കാണിച്ചിരിക്കുന്ന പോലെ കുഞ്ഞു മുരുകൻ. നമ്മുടെ മനസ്സിൽ ഭഗവാനെ ഏത് രീതിയിൽ കാണുന്നതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ കണ്ണുകളടച്ച് ഭഗവാനെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് 6 പ്രാവശ്യം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലണം. അത് നമ്മുടെ നാഭിയിൽ നിന്നും വന്ന് നമ്മുടെ വായിലൂടെ പുറത്തോട്ട് പ്രവഹിക്കണം. നമുക്കത് ആ ഒരു ഫീല്, ആ ഒരു പവർ, ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പം നമ്മുടെ തിരുനെറ്റിയിൽ ആ 5 രൂപ നാണയം നമ്മുടെ വലത്തെ കയ്യിൽ ചൂണ്ടുവിരൽ കൊണ്ട് നമ്മളിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ നേരെ സ്റ്റഡി ആയിട്ടിരിക്കുന്നു, നമ്മുടെ ബാക്ക് ബോണൊക്കെ നേരെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഭഗവാനെ കണ്ണുകളടച്ച് മനസ്സിൽ കൊണ്ടുവന്ന് ഓം ശരവണ ഭവ അത് നമ്മൾ ചൊല്ലുന്നു. അപ്പം അത് നമുക്ക് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. നമ്മളത് ചൊല്ലുന്നത് 6 പ്രാവശ്യം ചൊല്ലുക. ശരവണഭവ എന്നുള്ള മന്ത്രം 6 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ തുറന്ന് 5 രൂപ നാണയം നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് ഭഗവാനെ നോക്കി നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ മനസ്സിനുള്ളിലുള്ള പേടി പോകണമോ, നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടണമോ, എന്താണോ വേണ്ടത് അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഒരു മന്ത്രം നമ്മൾ 6 പ്രാവശ്യം ചൊല്ലണം. മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 5 മുഖം തോன்றில் 6 മുഖം തോன்றுം, വെഞ്ചമരിൽ അഞ്ചൽ എനവേൽ തോன்றுം, നെഞ്ചിൽ ഒരു കാൽ നിനക്കിൽ ഇരുകാലും തോன்றுം, മുരുകായൻ ഓതുവാർ പോൽ.
അഞ്ചു മുഖം തോன்றின் ആറു മുഖം തോன்றுം വെഞ്ചമരിൽ അഞ്ചൽ എനവേൽ തോன்றுം നെഞ്ചിൽ ഒരു കാൽ നിനയ്ക്കിൽ ഇരുകാലും തോன்றுം മുരുകായന് ഓതുവോർ പോൽ. ഇതാണ് മന്ത്രം. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഇത് നമുക്ക് നമ്മുടെ നിത്യജപത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മന്ത്രമാണ്. ഈ മന്ത്രം ചൊല്ലെ നമ്മുടെ ഉള്ളിൽ എത്ര വലിയ പേടിയുണ്ടെങ്കിലും ആ പേടിയൊക്കെ ഒരു കല്ല് പൊട്ടുന്നത് പോലെ അനായാസേന ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, എന്തെങ്കിലും ഒരു ആഗ്രഹ സാധ്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 108 പ്രാവശ്യം വെച്ച് 21 48 ദിവസം നമ്മൾ ചൊല്ലിയാൽ ഭഗവാൻ അതിനൊരു വഴി കാണിച്ചു തരും. ഇപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് 21 ദിവസം എല്ലാ ദിവസവും 108 പ്രാവശ്യം വെച്ച് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ അതിനുള്ള ഫലം നമുക്ക് ഭഗവാൻ തരും. അപ്പം 6 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ആ 5 രൂപ നാണയം ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, വേല്, കത്തിച്ചു വെച്ച ദീപം അതിനടുത്തായിട്ട് വെച്ചിരിക്കുക. ഇതിന് ശേഷം എപ്പോഴാണോ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുന്നത് ആ സമയത്ത് ആ 5 രൂപ നാണയം അവിടെ ഭണ്ഡാരപ്പെട്ടിയിലിടുക. അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് ഇത് ഈ രീതിയിൽ ഭഗവാന് ക്ഷേത്രത്തിൽ ഇടാനുള്ളതാണെന്ന് പറഞ്ഞ് കീപ്പ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നാട്ടിൽ പോകുമ്പോൾ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഇട്ടാൽ മതിയാവും. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ഈ ചെറിയ പരിഹാരം. പക്ഷേ ഇതിൻ്റെ ഫലം നമ്മൾ പോലും വിചാരിക്കാത്ത അത്ര രീതിയിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇത് നാളെ ചൊല്ലാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിരുന്ന് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ പോയിരുന്നും ചെയ്യുമ്പോൾ അപ്പം തന്നെ അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ നമുക്ക് ഈ നാണയം ഇടുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും നാളെ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ചൊല്ലി ഭഗവാന്റെ കരുണാകടാക്ഷത്തിനായിട്ട് കാത്തിരിക്കൂ. എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ തന്നെ ഉണ്ടാകും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.